അങ്ങനെ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. വേറെ എങ്ങോട്ടും അല്ല പോകുന്നത്, നമ്മുടെ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ പെട്രോൾ പമ്പിൽ പോയി എണ്ണ അടിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കരേക്കാട് റോട്ടിലൂടെയാണ് കേട്ടോ. കുറച്ചായിട്ട് ഞങ്ങളിപ്പോൾ ഇതിലൂടെയാണ് പോക്ക്. കാരണം ഇതിലെ ആവുമ്പം നല്ല റോഡായതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം, തിരക്കൊന്നുമില്ല. അതുപോലെ തന്നെ നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ് കേട്ടോ ഈ റോട്ടിലൂടെ പോകുമ്പോൾ. മുൻപൊക്കെ ഞങ്ങൾ കാടാമ്പുഴയ്ക്ക് പോയിരുന്നത് വളാഞ്ചേരി ടു കാവുംപുറത്ത് നിന്നും താണിയപ്പൻകുന്ന് റോട്ടിലൂടെ ആയിരുന്നു. ഇപ്പൊ പക്ഷെ കുറേ ആയിട്ട് ആ റോഡ് ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേ പോകാൻ തുടങ്ങിയത്. പക്ഷേ ഇതിലേ പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു റൂട്ട്. അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് ഇതിലെയാണ് ഞങ്ങൾ കാടാമ്പുഴയ്ക്ക് പോവാറ്. അങ്ങനെ ഞങ്ങളൊരു 6 മണിയുടെ മുന്നൊക്കെ ആയിട്ട് അമ്പലത്തിലെത്തിട്ടോ. ഇവിടെ കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 7 ദിവസമാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ. അതിൽ ഇന്നിപ്പോൾ 5ാമത്തെ ദിവസമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റേജിലെ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ 7 ദിവസവും പകലും രാത്രിയും ഒക്കെ ആയിട്ട് സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പഞ്ചാരിമേളം പോലുള്ള നൃത്യങ്ങൾ പോലുള്ളത് മാത്രമല്ല, ഫിലിം ഫീൽഡിലുള്ളവരൊക്കെ 7 ദിവസം ഓരോ വിശിഷ്ട വ്യക്തികളും ഒക്കെ വന്നിട്ട് അവരുടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവാറുണ്ട്. കാർത്തിക മഹോത്സവം ആയതുകൊണ്ട് തന്നെ 7 ദിവസം ഇവിടെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ തിരക്ക് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ വന്നതെങ്കിലും വലിയ തിരക്കൊന്നും കാണാനില്ല കേട്ടോ. വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പം ഇവിടെ ഒന്നും വലിയ തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനി താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയാം അവിടെ തിരക്കുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇത് ഇവിടെ 7 ദിവസവും ഭക്ഷണം ഉണ്ട് കേട്ടോ. എന്നും ഭക്ഷണമുണ്ട്. സാധാരണ കാർത്തിക മഹോത്സവം അല്ലെങ്കിലും ഇവിടെ രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണമുണ്ട്. പക്ഷേ കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ ഇപ്പോൾ 3 നേരവും ഭക്ഷണമാണ് കേട്ടോ. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണമുണ്ട്. ഇവിടെ സാധാരണ എന്നും ഭക്ഷണം കൊടുക്കാറ് ഊട്ടുപുരയിലാണ് കേട്ടോ. 7 ദിവസത്തിലെ 6 ദിവസവും ഭക്ഷണം കൊടുക്കുന്നത് ഇവിടുത്തെ തന്നെ ഊട്ടുപുരയിലാണ്. പക്ഷേ കാർത്തിക നാളിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ, നിയന്ത്രിക്കാൻ പറ്റാത്ത. അപ്പം ഓരോ സെക്ഷനായിട്ട് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ടാണ് ഈ പന്തലൊക്കെ കെട്ടിയിട്ടുള്ളത്. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വൈകുന്നേരം രാവിലെ വന്ന് തൊഴുന്നതിനേക്കാളും എന്തോ ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് വൈകുന്നേരം വന്ന് തൊഴുമ്പോൾ ഇവിടെ കിട്ടാറ് കേട്ടോ. സാധാരണ അമ്പലങ്ങളിൽ എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ കിട്ടാറുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഈ കാടാമ്പുഴ വന്നിട്ട് വൈകുന്നേരം വന്ന് കണ്ട് തൊഴുത് കഴിഞ്ഞാൽ, ആ ദീപാരാധന ഒക്കെ കണ്ട് തൊഴുത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ലൈറ്റുകളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയും ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ കിട്ടുന്നത്. പിന്നെ ഞാൻ കുറേ ദിവസത്തിന് ശേഷം ആണ് അമ്പലത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയും കൂടെ എനിക്ക് ഭയങ്കര മനസ്സിനൊരു സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഉള്ളിലേക്ക് ഒന്നും ശ്രീകോവിലിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് ക്യാമറ അലൗഡ് അല്ല. ഇത് ശ്രീകോവിലേക്ക് പോകുന്ന വഴി ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെയൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തിരക്കെന്ന് വെച്ചാൽ സ്വാമിമാരുടെ ഒരു ശബരിമല സീസൺ ആയതുകൊണ്ട് സ്വാമിമാരുടെ ഒരു തിരക്കുണ്ടായിരുന്നു. പിന്നെ അല്ലാതെയും ഉള്ള തിരക്കുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നന്നായിട്ട് കണ്ട് തൊഴാനൊക്കെ പറ്റി. അങ്ങനെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതായി തിരിച്ച് കയറുകയാണ്. അങ്ങനെ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പോൾ രഘുവിൻ്റെ സമയമാണ് കേട്ടോ. അവൾക്ക് തൊഴുത് കഴിയുന്ന വരെ മാത്രം അവൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എന്തെങ്കിലും ഒരു ടോയ് വാങ്ങിയിട്ടല്ലാതെ അവൾ ഇവിടുന്ന് പോരാൻ സമ്മതിക്കില്ല കേട്ടോ, പോവാൻ സമ്മതിക്കില്ല. ഞങ്ങൾ കാടാമ്പുഴ പോയിട്ടൊന്ന് തൊഴുതിട്ട് വരാം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് വരുന്നതെങ്കിൽ അവൾ എന്തെങ്കിലും ടോയ് വാങ്ങാമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് കേട്ടോ വരുന്നത്. കാരണം അതങ്ങനെ ചെറുപ്പത്തിലേ അങ്ങനെ ശീലമായപ്പം അവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ടോയ് കിട്ടും എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ അതങ്ങനെ വാങ്ങിക്കൊടുത്ത് ശീലമായതാണ് കേട്ടോ. അപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഇപ്പോൾ ശ്രമിക്കാറ്. രാത്രി ആയതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഷോപ്പുകൾ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് അതിലേക്ക് അങ്ങനെ നടന്നു. അതിൻ്റെ ഇടയ്ക്ക് അവളൊരു ടോയ് കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ്. തിരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കടയിലും കയറി ഇറങ്ങി ഇങ്ങനെ നടക്കും കേട്ടോ. കാരണം ഞങ്ങൾ പറയുന്നത് അവൾക്ക് പറ്റൂല, അവൾ പറയുന്നത് ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങളുടെ ബഡ്ജറ്റും എന്നാൽ അവൾക്ക് ഇഷ്ടപ്പെടുന്നതും ആവണം. അപ്പം അതുകൊണ്ട് തന്നെ കുറേ കടകൾ കയറി ഇറങ്ങിയിട്ടാണ് കേട്ടോ ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ വരുമ്പോൾ ഞങ്ങൾ അധികവും ഈ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാറ്. നല്ല പരിചയമുള്ള ചേച്ചിയാണ് ഇവിടെ റിസപ്ഷനിൽ ഇരിക്കുന്നത്. അവരുമായിട്ട് നല്ലൊരു പരിചയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എപ്പോൾ വന്നാലും ഞങ്ങൾ ഇവിടെ നിന്നാണ് ചായ കുടിക്കാറ്. അപ്പം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാമെന്നും പറഞ്ഞിട്ട്, തിരയാൻ കുറച്ച് സമയം വേണം. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് ഇവിടെ കാടാമ്പുഴ ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. കാരണം ഈ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ചാരിയിട്ടാണ് നമ്മുടെ കുത്താമ്പുള്ളി കൈത്തറി ഷോപ്പ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ അതൊന്ന് കാണാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ്. ഇതിനേട്ടന് കുത്താമ്പുള്ളി മുണ്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് നോക്കാം, ഷോപ്പൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി വന്നതാണ്. പക്ഷെ ഞങ്ങൾ ഉള്ളിലേക്കൊന്നും കയറിയില്ല. പുറത്ത് ഡിസ്പ്ലേക്ക് വെച്ച ഡ്രസ്സുകളൊക്കെ ഒന്ന് നോക്കി കണ്ട് അങ്ങനെ എവിടെയാണ് കട എന്നൊക്കെ ഒന്ന് അറിയാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ്. ഇനി ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് കുത്താമ്പുള്ളിയിലേക്ക് അങ്ങോട്ട് പോകണ്ടല്ലോ, ഇവിടെ വന്ന് വാങ്ങാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വന്ന് കണ്ടതാണ്. അപ്പം അത്യാവശ്യം നല്ല കടയാണ് കേട്ടോ. നല്ല കളക്ഷനും സെലക്ഷനും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നേരെ ഞങ്ങളിതാ വീണ്ടും രഘുവിൻ്റെ ടോയ് വാങ്ങാനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പം ഓരോ കടയിലൊക്കെ കയറി ഇറങ്ങി. ഞങ്ങൾക്ക് പറ്റുന്നത് അവൾക്ക് പറ്റുന്നില്ല, അവൾക്ക് പറ്റുന്നത് ഞങ്ങൾക്ക് പറ്റുന്നില്ല. അങ്ങനെ കുറച്ചധികം നേരം നടന്നിട്ട് ലാസ്റ്റ് ഇതേ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കയറി. അപ്പം പതിവ് പോലെ തന്നെ ജിനേട്ടൻ മസാല ദോശയും ഞാനും രഘുവും ഒരു നെയ് റോസ്റ്റും കഴിച്ചു കേട്ടോ. ഒന്ന് കറങ്ങി അവൾക്കുള്ള ടോയ് ഒക്കെ വാങ്ങി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് വന്നു കേട്ടോ. അപ്പോൾ കണ്ട കാഴ്ച ഞങ്ങൾ ആകെ ഞെട്ടിപ്പോയി. കാരണം ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ തൊഴാനായിട്ട് പോകുമ്പം ആളെ ഉണ്ടായിരുന്നില്ല സ്റ്റേജിൻ്റെ മുൻവശത്ത്. ഇപ്പോൾ അതേ ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ട് ഇരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരുന്ന വിശിഷ്ട വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഡ്രംസ് പ്ലെയർ, പത്മശ്രീയും ഡോക്ടറേറ്റും ഒക്കെ കിട്ടിയിട്ടുള്ള ശിവമണിയാണ്. ശിവമണിയുടെ പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ പ്രസീത ചാലക്കുടിയുടെ നാടൻ പാട്ടും ഉണ്ട്. അപ്പം അവരെ കാണാനുള്ള തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. വേദിയിൽ ഇപ്പോൾ ശിവമണി ഉണ്ട്. നമ്മുടെ ഈ തൂണിൻ്റെ ഒരു മറവ് കൊണ്ടാണ് കറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാത്തത്. പ്രസീത ചാലക്കുടീനെയും കൂടെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് കുറച്ച് നേരം നിൽക്കാമെന്ന് കരുതി. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട്, ഏട്ടന് വർക്കിൻ്റെ തിരക്കായതുകൊണ്ടും മോൾക്ക് പഠിക്കാനുള്ളതുകൊണ്ടും ഒക്കെ മനസ്സോടെയാണ് ഇപ്പോൾ പോന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ തിരിച്ച് വീട്ടിലേക്ക് എത്താറായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.